അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഓണത്തിന് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ പുളിയിഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രുചിയോട് കൂടിയിട്ട് ഇതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഒരു 100 ഗ്രാം ഇഞ്ചി നല്ല ക്ലീൻ ചെയ്ത് ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായിട്ടൊരു കറ ഉണ്ടാവും. ഇത് കുക്ക് ചെയ്യുമ്പോൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇത് അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം വാർത്ത് വെക്കാം. പിന്നെ ഒരു 100 ഗ്രാം വാളൻപുളി ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ് അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അത് ഉരുക്കിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ വെള്ളം വാർത്ത് വെച്ച ഇഞ്ചി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാത്ത രൂപത്തിൽ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ എന്നും പറയണ പോലെ തന്നെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട് കേട്ടോ. പക്ഷെ ചിലരൊന്നും ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ കാണുന്നവരൊന്ന് ലൈക്കെങ്കിലും തരിക. നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ പുളിയിഞ്ചി ഓണത്തിന് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ, എരിവും കുറവായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ച വാളംപുളി ഉണ്ടല്ലോ, അത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ അരിച്ചുണ്ട് പാർന്നു കൊടുക്കുക കേട്ടോ. അരിച്ച് പാർന്നു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അവസാനം ഇതിലെ വാളംപുളിയുടെ ചണ്ടി ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലത്തെ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് വറ്റിപ്പോണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അതല്ലേ, ഇതേപോലെ. പിന്നെ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ്, ഇതും അരിച്ചെടുത്താണ് കേട്ടോ. ഒരു 4 അച്ച് ശർക്കര ഉണ്ട്, അത് ഇതിലേക്കാണ് പറഞ്ഞു കൊടുക്കാം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുകൊണ്ട് തിളപ്പിച്ചെടുക്കുക. ശർക്കര പാർന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലത്തെ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. പുളിയിഞ്ചി നന്നായിട്ട് കുറുകിയിട്ടല്ല ഇരിക്കില്ലേ, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിലത്തെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പൊ ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഈ രൂപത്തിലാണ് പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പൊ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം അത് വാങ്ങി വെക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നമ്മുടെ പുളിയിഞ്ചിയിലേക്കണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടി നന്നായിട്ട് കുറുകി വരും കേട്ടോ, ചൂടാറി കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുളിയിഞ്ചിയാണ് കേട്ടത്, കണ്ടില്ലേ. അപ്പം ഈ ഓണത്തിന് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ പുളിയിഞ്ചി. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുള്ളൂ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.